സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തിപ്പോയി. നമ്മൾ കിടക്കുന്നത് AC-യാണ്, 50,000-ന്റെ ബെഡാണ്. താഴെ ഇരിക്കുന്ന കട്ടിലിനോ 20,000 രൂപയാണ്. അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന AC-ക്കോ 16,000 രൂപയാണ്. സർവ സംവിധാനങ്ങളും സുഖങ്ങളും പടച്ച റബ്ബിന്റേത് ഉപയോഗിച്ചിട്ട് ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറവാകുന്നു. നമ്മോട് അല്ലാഹു പറയുന്നു, നന്ദി ബോധം നിങ്ങൾക്ക് കുറവാണ്. സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് ഈ പള്ളിയിൽ നിസ്കരിച്ചിരുന്ന പഴയകാലത്തെ ഇമാമുകളോട് ചോദിച്ചു നോക്കൂ, അന്ന് നടന്നു വന്നിരുന്നവർ എത്ര അധികമുണ്ട്. ഇന്ന് സംവിധാനങ്ങളുടെ പെരുമഴയാണ്, പക്ഷേ അംഗങ്ങൾ കുറവാണ്. ആ അംഗങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു നോക്കുമ്പോ ജുമയുടെ പകുതിയുടെ ആൾക്ക് ഇവിടെ വരാനുള്ള സംവിധാനങ്ങളുണ്ട്. സുബ്ഹിക്ക് നമ്മെ കാത്തൊരു 20 മിനിറ്റ് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. മദീന പള്ളിയിൽ സുബ്ഹിന്റെ നേരമാകുമ്പോ സഹാബത്ത് പറയും, അസ്ബഹത അസ്ബഹത, സുബ്ഹിയായി സുബ്ഹിയായി എന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഖിബലക്ക് തിരിഞ്ഞു ഒരൊറ്റ ബാങ്ക് അങ്ങ് കൊടുക്കും. ആ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ ജനങ്ങൾ എത്തിപ്പോയി. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിന്റെ വിരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇഖാമത്ത് കൊടുക്കുകയല്ലേ എന്ന് സമ്മതം ചോദിക്കുന്നു. ഇഖാമത്ത് കൊടുക്കുന്നു. എത്ര വേഗാണ്! ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നമുക്ക് തന്നത്.